വി എസ് ഓരോരുത്തർക്ക് ഒരുപാട് ഓർമ്മകളും ഓരോ മനുഷ്യരെ സംബന്ധിച്ച് ഓരോരോ ഓർമ്മകളാണ്. ഇപ്പോൾ വി എസിനെ കാണാനായി വി എസിൻ്റെ വസതിയിലേക്ക് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സിയും അതുപോലെ തന്നെ പാളയം ഇമാം പി ഷുഹൈബ് മൗലവിയും എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോൾ വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടെ വീട്ടിലെത്തി കണ്ടതിന് ശേഷം തിരികെ ഇറങ്ങുകയാണ്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി, അതുപോലെ തന്നെ പാളയം ഇമാം, സഭാ നേതാക്കൾ, അങ്ങനെ സാമൂഹ്യ നേതാക്കൾ അവർ ഇപ്പോൾ വി എസിനെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് വരികയാണ്. എനിക്കിവിടെ നിന്നാൽ അവർ പറയുന്നത് കേൾക്കാം. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വിശിഷ്ടനായ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീമൻ വി എസ് അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപിരിഞ്ഞത് വളരെ വേദനാജനകമായി മനസ്സിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ, പ്രത്യേകിച്ചും നമ്മുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി തീർക്കണമെന്ന് കണ്ട് പ്രവർത്തിച്ച മഹാനായ ഒരു വ്യക്തി കേരളത്തിൻ്റെ ചരിത്രം വി എസിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും എഴുതുവാൻ സാധിക്കുകയില്ല. അവകാശ പോരാട്ടങ്ങളുടെ 100,000 രണാങ്കണങ്ങളിൽ പൊരുതി കയറിയ സംശുദ്ധനായ ആ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ വി എസ് അച്യുതാനന്ദൻ അവർക്ക് തിരുവനന്തപുരത്തിൻ്റെ ആത്മീയ കൂട്ടായ്മ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.